ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും പുറത്തേക്ക് വരാൻ റെഡിയായി നിൽക്കുകയാണ്. രാത്രി അമ്മയൊക്കെ തിനെ പിടിച്ച് കൂട്ടിലിടുക കേട്ടോ. പട്ടിയുടെ ശല്യം ഭയങ്കരമാണ്. കുറേ കുഞ്ഞുങ്ങളാണ്, ഒരു 3-4 പട്ടി പിടിച്ചായിരുന്നു. പുറത്തേക്ക് പോയാലോ? അച്ചടാ ഇരിക്കുന്ന നോക്കി. റൂവിക്കുട്ടിയുടെ പിള്ളേരെ പിടിച്ച് കൂട്ടിലിടേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവന്മാരും വീടിൻ്റെ അകത്ത് കിടന്നിട്ട് എന്താ പറയണ 1-2 ഇട്ട് നശിപ്പിക്കുകയാണ്. അത് കാരണം അവന്മാരെ ഇപ്പോൾ പിടിച്ച് കൂട്ടിലാക്കി. ഇന്നലെയാണ് ആദ്യമായിട്ട് രാത്രി ഫുൾ ടൈം കൂടുതലിട്ട് കേട്ടോ. അല്ലാത്ത ടൈമിൽ പകൽ അകത്തേക്ക് അയച്ചുവിട്ട് രാത്രി മാത്രമേ ഇടുള്ളൂ. നമുക്ക് മരം തുറന്നുവിടാം. ഇതിനൊരു സമാധാനം എന്ന് പറഞ്ഞാൽ കിട്ടുന്നുണ്ടോന്ന് എനിക്ക് ഭയങ്കര പിപ്പിരിപ്പെണ്ണാണ്. ഇതേ അടുത്ത ആള് ഇപ്പം മരം ഇറക്കിയിട്ടുണ്ടെങ്കിൽ മരം കൂട്ടില്ല തീറ്റ തിന്നാൻ വേണ്ടി എടുക്കണം കേട്ടോ. പരാക്രമിയാണ് പരാക്രമി. അച്ചടാ കുഞ്ഞുണ്ടാ. മറ്റം കുഴിക്ക് നോക്കിയേ ബലബേഷ്. ഒരു പ്രൈവസി തരൂലല്ലേ ബണ്ണിക്കുട്ടൻ. എന്താ ഉദ്ദേശം പറയൂ ചേട്ടൻ്റെ, എന്താ ഉദ്ദേശം? അവിടെ അർജൻറ്റായിട്ട് ഒരു കാര്യം സാധിക്കാൻ നോക്കിയാണ്. താങ്കൾ എന്തിനാണ് അതിനെ ശല്യം ചെയ്യുന്നത്? ഒന്നോ നല്ല വെയിറ്റ് ഉണ്ട്. ഓ 6 കിലോയുണ്ടെന്ന് തോന്നുന്നു. അപ്പോളാ നിക്കവിടെ. എവിടെ പോകുന്നു? അവിടെ മത്സരം, 2 പേര് തമ്മിൽ മത്സരം. എത്രയൊക്കെ വെള്ളം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, അക്കോർത്തിനകത്ത് വെള്ളം കുടിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇൻട്രസ്റ്റ്. വെള്ളത്തിൻ്റെ കളർ കണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. വെയിൽ കൊണ്ട് അങ്ങനെ അയക്കുന്ന. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ അകത്ത് കിണറ്റിലെ വെള്ളം ഒഴിച്ചത്. കിണറ്റിലെ വെള്ളത്തിനൊരു മഞ്ഞ കളറുണ്ട് കേട്ടോ. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ മീനുകൾക്കൊരു കുഴപ്പമില്ല. ഇവിടെ ഒരെണ്ണത്തെ പരാക്രമം നോക്കി പപ്പൂസിനെ കണ്ടിട്ടാണ്. പപ്പൂസിന് ഇടവും വല്ലതും തിരിക്കാതെ പുറകടക്കണ്ടാവും. അടുത്തതും കൂടി വന്നു. ഇനി 2 കൂടി പപ്പൂസിന് സമ്മാനം കൊടുക്കൂല. പപ്പൂസ് ഇവന്മാരെ പേടിച്ചിട്ട് ബെർത്തിൻ്റെ മേളിലൊക്കെ കിടക്കണം ഇപ്പോൾ. കുഞ്ഞുമക്കൾ കളിക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ? ചേട്ടൻ ഭാവി അനിയൻ ഭാവി. വാശിയേറിയ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിയക്കുട്ടി ഇവിടെ ഇവളന്മാരെ വട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരാദ്യം പിടിക്കുമെന്നുള്ള ഒരു വാശിയേറിയ പോരാട്ടത്തിലാണ് 2 പേരും. കൂട്ടിന് 4 പീക്രാച്ചി പിള്ളേരും ഉണ്ട്. ബോളൂറിൻ്റെ കിടക്കണ പോലെയാണ് നടക്കണത്. അല്ലേ സിയക്കുട്ടിയെ? ഇതിൻ്റെയൊക്കെ പോക്ക് നോക്കി നല്ല രസമല്ലേ കാണാൻ. കുണുങ്ങി 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 തറ കിടക്കണോല്ല. ദേ ഇവിടെ ഒരു നോക്കി.
വടി പിടിക്കാൻ വേണ്ടിയിട്ട് ഉന്നം പാർത്തിരിക്കണം നമ്മുടെ വാവാച്ചിക്കുട്ടിയുടെ വാല് കടിച്ചെടുത്തോണ്ട് പോവുകയാണ്. ഇവിടെ ഇരിക്കണ പീക്രാച്ചി കുഞ്ഞു അമ്പൂ ജസ്റ്റ് ഒന്ന് ഉന്നം പിഴച്ചു പോയി. സാധ്യത തലയിലേക്ക് വന്ന് വീണത് ക്രാഷായി. ഞാനിവിടെ തയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അതാണ് കച്ചറ പിച്ചറായി കിടക്കുന്നത്. ഞാനില്ല നിങ്ങളുടെ അടുത്തൊന്നും കൂടാനായിട്ട്. വെറുതെ ഇരുന്ന് എൻ്റെ തലയിലേക്ക് വന്ന് ചാടിയില്ലേന്നും പറഞ്ഞിട്ടാണ്. ഇത് നൂല്, അയ്യോ നൂല് കൊടുക്കണ്ട. നൂല് എവിടെ കുടുങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ അട്ട് കഴിഞ്ഞില്ലേ? കുഞ്ഞാറ്റ പാവമാണ് തോന്നല്ലേ? ആ അത് പിന്നെ പപ്പിയുടെ അല്ലേ പ്രൊഡക്ഷൻ മോശം വരൂ അല്ലേ? ശരിയല്ല മണിക്കുട്ടി അല്ല പപ്പിയുടെ അത്രയും കുർത്തക്കേട് മണിക്കുട്ടിക്കില്ല. മണിക്കുട്ടി ഇല്ലാത്ത സങ്കടം എന്തായാലും അതിനെ അനുഭവിക്കണമെന്നിട്ടില്ല കേട്ടോ. പപ്പൂസ് സ്വന്തം അമ്മേനെ പോലെ പാലൂട്ടി വളർത്തി കൂടപ്പിറപ്പായിട്ട് ഇതേ ഈ പോക്രാച്ചി പെണ്ണും ഉണ്ട്. ഇപ്പതേ 4 പിള്ളേരും വന്നിട്ടുണ്ട്. പപ്പി എന്തായിട്ട് വന്നിട്ടുണ്ട്. പപ്പൂസേ എന്തുമായിട്ട് വന്നിട്ടുണ്ട് അതാണ് നോക്കണം. അതേനാ എന്തോ ആയിട്ട് വന്നു പപ്പടോടെ. മക്കൾ വിളിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് എല്ലാം വന്നത്. പപ്പൂസിന്റെ വായിന്ന് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വന്നതേ ഈ പിപ്പിരിയാണ്. പിപ്പിരി പോത്ത് പോലെ ആയിട്ടും ഇപ്പോഴും പപ്പൂസിന്റെ വായിന്ന് തട്ടിപ്പറിക്കാൻ നടക്കലാണ്ട പരിപാടി. എല്ലാവരും വന്ന സ്ഥിതിക്ക് ഞങ്ങളും കൂടി വന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇതേ 4 പീക്രാച്ചികളും വന്നിട്ടുണ്ട്. പോണ പോക്ക് ഇതെന്റെ പഴയ മെഷീൻ കേട്ടോ, കൊടുക്കാൻ വേണ്ടിയിട്ടേക്കാണ്. ഞാൻ പുതിയ മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണിച്ചുതരാം. അയ്യ ഇതാണ് എൻ്റെ പുതിയ മെഷീൻ. പണിയിലാണ്, ലഞ്ച് ബാഗ് തയ്ച്ചുകൊണ്ടിരിക്കുന്ന പണിയിലാണ്. അപ്പം ഇനി തയ്ക്കാനിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ തട്ടിക്കൂട്ടിയെടുത്തൊരു വ്ളോഗാണ് ഇത്. പുതിയ മിഷൻ ശബ്ദം ഉണ്ടാക്കല്ലോ ഞാൻ. ഇത് പഴയ മിഷൻ. ഈ മിഷൻ ഞാൻ വാങ്ങിച്ച ആൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. സംഭവം 2 മാസമായി ഇവിടെ കിടപ്പുടങ്ങിയിട്ട്. അപ്പോൾ ഡിസംബറിൽ എടുക്കുമെന്നാണ് പറഞ്ഞത്. മണിക്കുട്ടിയുടെ കുഞ്ഞിന് കുറുമ്പുണ്ടെങ്കിലും അവളെന്ന് പറയുമ്പോഴത്തേക്കേ ഏറ്റവും അവസാനത്തെ കുഞ്ഞായിരുന്നു. അന്നേ മുതൽ ഒരു തളർന്ന മട്ടായിരുന്നു ആശാത്തിക്ക്. ഏറ്റവും കൂടുതൽ കുറുമ്പുണ്ടായിരുന്ന മണിക്കുട്ടിയുടെ ആദ്യത്തെ കുട്ടിയായിരുന്നു കേട്ടോ. മൂത്തതാ ഇല്ലടി, നമ്മുടെ റോക്കി ബായ്ക്ക് എന്ത് കുർത്തക്കേടായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആരോ കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മണിക്കുട്ടിയുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റിയെന്നും. അവർ നമ്മൾ അഡോപ്ഷന് കൊടുത്തിട്ട് 2 നല്ല ഫാമിലിക്ക് കൊടുത്തു. ഒരു ഫാമിലി മറ്റാരും അല്ല കേട്ടോ, ഇക്കാക്കടെ വീട്ടിലേക്ക് കൊടുത്തേക്കണം. ആൺകുട്ടിയായിരുന്നു, വൈറ്റ് ഉണ്ടായിരുന്നില്ല, അതായിരുന്നു. അത് ഭയങ്കര കുർത്തക്കേടെന്ന് പറഞ്ഞാൽ ഭയങ്കര കുർത്തക്കേടായിരുന്നു. 3 പേർക്കും കൂടിയുള്ള കുർത്തക്കേട് ഒന്നിച്ച് അവന് കിട്ടിയേക്കണ പോലെ ഉണ്ടാവും. ഇപ്പം അവിടെ കിടന്നിട്ട് ഭയങ്കര കുർത്തക്കേടാണ്. ഇതിന് മാത്രം ആരും കൊണ്ടുപോയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പപ്പൂസാണെങ്കിൽ കുഞ്ഞിനെ പോലെ തന്നെ, പപ്പൂസിൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ പപ്പൂസിനെ ഏറ്റെടുത്ത് പാല് കൊടുത്ത് വളർത്താൻ തുടങ്ങി. അപ്പം പിന്നെ നിന്നോട്ടേന്ന് ഓർത്തും പപ്പൂസിൻ്റെ ബാക്കി 3 മക്കളെയും കൊടുത്തു, മണിക്കുട്ടിയുടെ 2 കുട്ടികളെയും കൊടുത്തു. വാവാച്ചീനെ സീ കൊടുക്കൂലെന്ന് പറഞ്ഞു. ഇവൻ ആരും കൊണ്ടുപോകാനുണ്ടായില്ല, ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവനും വാവാച്ചിയും മാത്രമായിട്ടോ. ഇപ്പം 2 പേരും കട്ട ചങ്സാണ്, ഭയങ്കര കട്ട ചങ്സാണ്. അമ്മയില്ലാത്ത വിഷമം എന്തായാലും പപ്പൂസ് അറിയിപ്പിച്ചിട്ടില്ല. സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് കൊണ്ടു നടക്കണം. ഇവിടെ സേവക്കൂട്ടി ഇവന്മാരെല്ലാം ഇട്ട് വട്ടം കറക്കണം കേട്ടോ. ഇതെന്ത് കണ്ടിട്ടാണാവോ നോക്കിക്കണേന്ന് അറിയില്ല. ചാടാനുള്ള ശേഷി പോലുമല്ല, ഉറക്കം തൂങ്ങിയാ നിൽക്കണത്. നോക്കാൻ പോലുള്ള ആവതില്ല. അവിടെ 2 എണ്ണം പൊരിഞ്ഞടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പീക്രാച്ച് വന്ന് നോക്കണോക്കിയേ. ചാടി പിടിക്കാൻ പോയിട്ടൊന്നും മര്യാദക്ക് ഓടാൻ പോലുള്ള അവധിയില്ല. എന്നിട്ടാണ് ഉന്നം പിടിച്ച് അവരെ കൂട്ടത്തിൽ പോയി നിൽക്കുന്നത്. അശോ അതിൻ്റെ തലയിലേക്ക് വീണ്ടും വീണു. ഉറക്കം തന്നെയുണ്ട്, ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് കുറേ നേരമായി. ദേ കുഞ്ഞിക്കളി മാറാത്ത ദേ ഒരു വലിയ പിപ്പിരി പെണ്ണും കൂടി വന്നിരിക്കണം.
ഈ പിപ്പിരീനെയും ദാ എന്തോ ഇവളുടെ പേര് നമ്മളെ കുഞ്ഞാറ്റേനെയും കൂടി നോക്കി ഒരേപോലെ ഇല്ലേ? ഒരമ്മ പെറ്റാളിയന്മാരെന്ന് പറയണ പോലത്തെ മുതലുകളല്ലേ? പക്ഷെ രണ്ടുപേരും രണ്ടാണ്. ഡാഡിയും മമ്മിയും എല്ലാം വേറെയാണ്, പക്ഷെ ഒരേ പാറ്റേണിലാണ് വന്നേക്കുന്നത്. പിപ്പിരിയുടെ കുഞ്ഞാന്നേ പറയുള്ളൂ കേട്ടോ. ഇതാരാ കുഞ്ഞാന്ന് പറയും? കറക്റ്റ് പപ്പൂസിന്റെ കണ്ണൊക്കെ കിട്ടിയേക്കണ അവൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ പപ്പൂസിന് അത്ര ഹെയർ ഇല്ല, നാടൻ പൂച്ചയായിട്ട് ക്രോസ് ആയതാണെന്ന് തോന്നുന്നു. അത് കാരണം പപ്പൂസിന്റെ അത്ര ഹെയർ ഇല്ല. പക്ഷെ പപ്പൂസിന്റെ വികൃതി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പപ്പയുടെ അത്ര വികൃതി ഇല്ല, പക്ഷെ ഏകദേശം വികൃതി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുഞ്ഞു പീക്രാച്ചികൾക്ക് മോശമൊന്നുമല്ല, ഭയങ്കര കുരുത്തക്കേടാണ്. മര്യാദക്ക് നടക്കാൻ പോലും പറ്റാത്തവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി വീണ് കളിക്കണം. പിന്നെ ഇവന്മാർ 2 ആഴ്ചക്കുള്ളിൽ കൊടുക്കും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. കൊടുക്കാതെ വെക്കുമ്പോഴാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത. മെയിനായിട്ട് പറഞ്ഞത് ഫുഡ് എക്സ്പെൻസ് ആണ് കേട്ടോ. ഇപ്പോൾ കൂടുതലും ക്രോസ് കുഞ്ഞുങ്ങളായതാണ് ഞാൻ ക്യാറ്റ് ഫുഡ് ചോറിലിട്ട് പൊടിച്ചിട്ടൊക്കെ കൊടുക്കുന്നത്. ഇവന്മാരൊക്കെ അങ്ങനെയാണ് ഞാനിപ്പോൾ വളർത്തുന്നതും. അതാകുമ്പോൾ അധികം എക്സ്പെൻസ് വന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു. അപ്പോൾ ഞാനതാണ് കൂടുതലും വീഡിയോ നിർത്തിയതിൻ്റെ മെയിൻ കാരണം കേട്ടോ. അതായത് എന്താ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് ഇവിടെ ആദ്യം കുറച്ച് ക്യാറ്റ് ഉള്ളപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും യൂട്യൂബിൽ നിന്ന് വല്ലപ്പോഴും പൈസ കിട്ടിക്കാൻ നമുക്ക് അത് വെച്ചിട്ടൊക്കെ ഇവരുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമായിരുന്നു. പിന്നെ നമുക്കും അധികം കയ്യിൽ നിന്ന് എടുക്കണ്ടായിരുന്നു. പക്ഷേ ഇവന്മാരങ്ങോട്ട് പെരുകിയോട് കൂടിയിട്ടുണ്ടല്ലോ, നമുക്ക് 10,000 ഒന്നും കയ്യിൽ നിൽക്കാതെ മാസം ഇവന്മാർക്ക് തന്നെ 10,000-ന് മേളിൽ ഫുഡ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വന്നോട് കൂടിയിട്ടും നമുക്കും റെൻറ്റിനുള്ള താമസിക്കുന്ന കുട്ടികളുടെ പഠിപ്പ് ചിലവെല്ലാം പിന്നെ ഇവന്മാർ ഇതും കൂടി എക്സ്പെൻസും കൂടി വന്നതേ നമുക്ക് പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ ഓർത്തത് കുറേ പൂച്ചകളൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും ജോബ് നോക്കാമെന്ന് കരുതി. അതാണ് ഞാൻ ബ്രേക്ക് എടുത്ത് പോയത് കേട്ടോ. പിന്നെ ചാനലിൽ പണ്ടത്തെ അത്ര അങ്ങോട്ടും എന്താ പറയണത്, ഇതിൽ റീച്ചില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ ഇടാൻ വേണ്ടി ആരൊക്കെയോ കാത്തിരിക്കുന്നു. വീഡിയോ ഇട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഡിസ്ലൈക്ക് അടിക്കണം കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടില്ലേ, ആ വീഡിയോ ഇട്ട് അപ്പം തന്നെ 10 ലൈക്കിൻ്റെ ഒപ്പം തന്നെ ഒരു ഡിസ്ലൈക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഇംപ്രഷൻ താഴ്ന്നു പോവുകയാണ്. 10 ലൈക്കിൻ്റെ ഒപ്പം ഒരു ഡിസ്ലൈക്ക് എന്ന് പറയുമ്പോൾ 100-ൽ 10% ഇംപ്രഷൻ താഴ്ന്നു പോയിക്കണം. അപ്പം അതേപോലെ വരുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കമെൻഡേഷനിൽ വരില്ല, റീച്ച് ഇല്ലാതെ കിടക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇടലും ഡിസ്ലൈക്ക് ചെയ്യലും അങ്ങനെ ഒരുപാടായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തന്നെ ഒരു മടുപ്പായി. നമ്മളെന്ത് ചെയ്താലും ഇങ്ങനെ, ഞാൻ ആരും ഒന്നും ദ്രോഹിച്ചിട്ടൊന്നുമില്ല, എന്നിട്ട് പോലും ഇങ്ങനെ ചെയ്യണുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതാണ് ഞാൻ കൂടുതലും ഈ ഒരു ചാനലിനോട് വീഡിയോസ് ഇടാതെയൊക്കെ ഇങ്ങനെ മാറി നിന്നിട്ട്. അല്ല വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഓക്കെ ശരിയാണ്, എനിക്കും മനസ്സിലാവും. പക്ഷേ ഇതേപോലെയുള്ള കുറച്ച് പേര് കാരണം നമുക്കും ഭയങ്കര ഒരു സങ്കടമായി. അപ്പം ഞാൻ ഓർത്തു കുറേ പൂച്ചകളൊക്കെ കൊടുത്തിട്ട് കുറച്ച് പേരെന്തായാലും വേണം, ഇവരില്ലാത്തൊരു ലോകം നമ്മൾ ചിന്തിക്കണ പോലുമില്ല. അപ്പോൾ ഇവന്മാരും കൂട്ടത്തിലുണ്ടാവും. പിന്നെ വേറെ എന്തെങ്കിലും ജോബ് നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. യൂട്യൂബ് നോക്കിയിരുന്നിട്ട് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പിന്നെ ഞാൻ സെക്കൻഡ് ചാനൽ തുടങ്ങിയില്ല. അത് അത്യാവശ്യം നല്ല റീച്ചൊക്കെ ആയതാണ്. ഇപ്പോൾ കുറച്ച് അതിൻ്റെ അകത്ത് ഞാൻ എടുത്തേക്കാണ്, ബ്രേക്ക് എടുത്തേക്കാണ്. ചുരുക്കി പറഞ്ഞെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ട് ഞാൻ വർക്ക് നിർത്തിയണം. അതിന് ശേഷം ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് പഴയ പോലെ വരാമെന്നാണ് ഓർത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇവന്മാരുടെ ഒരുപാട് കുരുത്തക്കേടുകളുണ്ട്. നോൺ സ്റ്റോപ്പാണ്, ഡെയിലി വീഡിയോ ഇടാനുള്ള കണ്ടൻറ്റ് ഇവന്മാർ നമുക്ക് ഇവിടുന്ന് ഒപ്പിച്ച് തരണുണ്ട്. പക്ഷേ ഇടാനുള്ള സാഹചര്യം അതില്ലാത്തതുകൊണ്ടാണ്, ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ 2 ആഴ്ച വെറുതെ ഈ പീക്രാച്ചി പിള്ളേർ എങ്ങനെയൊക്കെ ഒന്നാലും ഉണ്ടാവും. ഇപ്പോൾ ഇവന്മാർക്കാണെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ടുണ്ട്. 2 മാസം കുഞ്ഞുങ്ങൾ പാൽ കുടിക്കണമെന്നുള്ളതും എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതാണ് 2 ആഴ്ച എന്ന് പറഞ്ഞത്. അപ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇവന്മാർക്ക് 2 മാസം ആവും. അപ്പോൾ 2 മാസം ആയി കഴിയുമ്പോഴത്തേക്കും ഇവന്മാരെ കൊടുക്കാമെന്ന് ഓർത്തിരിക്കുന്ന, കുഞ്ഞുമക്കളെയൊക്കെ കൊടുക്കാമെന്ന് ഓർത്തിരിക്കുന്നതും. ഇവനെ പിന്നെ ആർക്കും വേണ്ടല്ലോ, അനാഥനാന്നും പറഞ്ഞാൽ ആരും കൊണ്ടുപോയില്ല, കാണാൻ ഭംഗിയില്ല, അനാഥനാണ് അതൊക്കെ പറഞ്ഞിട്ട് ഇതിനാരും കൊണ്ടുപോയില്ല കേട്ടോ, പാവം. പക്ഷെ പപ്പൂസ് അതിനെ നോക്കി. പിന്നെ തവള കൊടുത്തതിനെ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്, പക്ഷേ സിയക്കുട്ടി കൊടുക്കൂല എന്ന് പറയണം. സിയക്കുട്ടിയുടെ പൊന്നാണത്. സിയക്കുട്ടി കുഞ്ഞിലേ മുതലും ഓമനിച്ച് കൊണ്ടു നടക്കണം കേട്ടോ. അതിനെ സിയക്കുട്ടിയായിട്ട് ഭയങ്കര അറ്റാച്ചാണ്, എന്നെയായിട്ട് ഇപ്പോൾ ഭയങ്കര അറ്റാച്ചാണ്. എനിക്കും അത് കാരണം ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പുറകെ നിന്ന് പോകില്ല, എവിടെയെങ്കിലും ഇരുന്ന് ഇതിനെ വന്ന് മുഖത്തേക്ക് നോക്കി ഇരിപ്പൊക്കെ കാണണം. കുരുത്തക്കേടും ആണ്, അതേപോലെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അതിന്. ഒരു ചൊറിയമ്പുഴി നടക്കണ നോക്കി, ചൊറിയമ്പുഴി പെണ്ണാണ്, ചൊറിയമ്പുഴി അച്ചടാ.
വാവാച്ചീനെ പിടിച്ച് പൂട്ടിയിടാം നമുക്ക്. ഇടിച്ച് തെറിപ്പിച്ചു ഇങ്ങനത്തെ കുർത്തം കേട്ട വാവാച്ചി അല്ലേ? മരത്തിൽ കയറണ പോലെ മതിലേക്ക് കയറാൻ നോക്കിയിട്ട് മോന്തി അടിച്ച് വീടേർക്ക. ഇന്നത്തെ ഒരാണും ഉണ്ട് ഒരു പെണ്ണും ഉണ്ട്. പിന്നെ കാലിക്കോ അറിയാലോ, ഫീമെയിലാണ്. ഓട്ടം നോക്കി തവളപ്രിക്കാടി. കുഞ്ഞമ്മയും കുഞ്ഞുമക്കളുമാണ്. കുഞ്ഞമ്മയാണ് തീ നിൽക്കുന്നത്. അല്ല, കുഞ്ഞമ്മ ഇടിച്ച് പുറത്ത് കയറി. കുഞ്ഞമ്മേനെ കൊണ്ട് ഇവിടെ തടഞ്ഞിട്ട് നടക്കാൻ വയ്യ. കുഞ്ഞമ്മ ആള് പോക്കിരി കുഞ്ഞമ്മയാണ്. ഇവര് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് കേട്ടാ. എന്താന്ന് വെച്ചിട്ടുണ്ടല്ല, ഇവന്റെ ഡാഡി ബബുലു ആണ്, ഇവളുടെ അമ്മയുടെ അച്ഛനും ബബുലു ആണ്. അതായത് മനസ്സിലായോ? ബബുലുടെ മോളും പേരക്കുട്ടിയാണിത്. ഇത് മാത്രല്ല കേട്ടോ, ഇവിടെ ഇപ്പൊ നമ്മുടെ ടെഡ്ഡിമോനെ പോലത്തെ ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു പൂച്ച വരുന്നുണ്ട് കേട്ടോ. മെയിൽ ക്യാറ്റാണ്. ശരിക്കും പറയാം ടെഡ്ഡീനെ പോലെ തന്നെയുണ്ട്. അപ്പം ഞങ്ങൾ പറയായിരുന്നു ബബുലു ഇടയ്ക്കിടയ്ക്കൊന്ന് സഞ്ചരിക്കാൻ പോകാറുണ്ടല്ലോ, അങ്ങനെ പോയിട്ട് ബബുലുടെ കുഞ്ഞായിരിക്കാം. കറക്റ്റ് അതേക്കെ പോലെ ഉണ്ട്. ഇനി വരാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ ബബുലുടെ ജാരസന്തതിനെ. അല്ല, ഈ പരിസരത്തൊക്കെ നാടനാണ്. ഇങ്ങനെ ജാരസന്തതി ഉണ്ടാവാനൊരു വഴി ഉണ്ടെങ്കിൽ ബബുലു മാത്രമേ ഉള്ളൂ. വേറെ മെയിൽ ക്യാറ്റ് ഈ പരിസരത്തൊന്നുമില്ല. അത് ക്രോസാണ്. അല്ല, അത് ഫീമെയിൽ ക്യാറ്റാണ്. മെയിൽ ക്യാറ്റ് ഇല്ല. മെയിൽ ക്യാറ്റ് ബബുലു മാത്രമേ ഉള്ളൂ. ബബുലു ഇടയ്ക്കിടയ്ക്കൊന്ന് കറങ്ങാൻ പോകാറുണ്ട്. അങ്ങനെ കറങ്ങാൻ പോയപ്പോൾ ഇവിടുന്ന് ഒരു ചിന്ന വീട് സംഘടിപ്പിച്ചാന്ന് തോന്നുന്നു. എന്തായാലും ഇനി കാണിച്ചു തരാട്ടെ. ഇവിടെ ബണ്ണിയായിട്ട് ഭയങ്കര അടിയാണ്. അത് കാരണം ഞങ്ങൾ കാണുമ്പോൾ ഓടിച്ച് കളയും. ഇവിടുത്തെ ഫീമെയിൽ ക്യാറ്റിനെ ആയിട്ട് അടി ഉണ്ടാക്കും. കൂടുതൽ ബണ്ണിയായിട്ടാണ്. ബണ്ണിയാണ് അവനെ കണ്ട അപ്പം അടി വീഴാൻ പോക്കാണ് പരിപാടി. ദേശീയാടെ മടിയിൽ കയറി സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും ഇപ്പം തന്നെ ഇവിടെ കിടന്ന് ഉറക്കാവാനുള്ള പരിപാടിയാണ് കേട്ടോ. സീക്കുട്ടിയുടെ വെക്കേഷൻ കഴിയണ വരെ യുവന്മാർക്ക് കുശാലായിട്ടുണ്ട് കേട്ടോ. എത്ര ഉണ്ടെന്ന് നോക്കി, 1 2 3 4 5 6 6 കൂടി സീക്കുട്ടിയുടെ മേത്തേറിയിരിക്കേണ്ടോ. ഇത്രയും നേരം കളിയായിരുന്നല്ലോ. കളിയൊക്കെ കഴിഞ്ഞ് സീക്കുട്ടി അവിടെ ഇരിക്കാൻ നേരത്ത് പീക്രാച്ചികൾ ആദ്യം വന്നിരുന്നു. അതിന് ശേഷം നമ്മുടെ കുഞ്ഞാറ്റയും വന്നിരുന്നു. പിന്നെ ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ മേത്തൊന്നും പോകില്ല. നമ്മൾ ഇരിക്കുന്ന കണ്ടതിനപ്പോൾ ഓടി ഒരു വട്ടം. എൻ്റെ അടുത്തും അതേപോലെയാണ്. സേക്കുട്ടി ഇവളെ വാവാച്ചിന്നാണ് വിളിക്കുന്നത്. കറണ്ട് പോയല്ല. എനിക്കിവള് പൊന്നൂസാണ് കേട്ടോ. ഞാൻ പൊന്നൂസെന്നാണ് വിളിക്കണം. എൻ്റെ അടുത്തും അതെ ഭയങ്കര സ്നേഹമാണ്. ഇതേപോലെ വന്നിട്ട് നമ്മുടെ മേത്ത് ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെയാണ് കിടന്ന് ഉറങ്ങണം. കണ്ടതിനെ പിടിച്ചിട്ട് 2 ഞെക്ക് കൊടുക്കാൻ തോന്നും. എവിടെ ഇരുന്നാലും നമ്മുടെ മേത്തേക്ക് നമ്മൾ ഇരിക്കുന്നേ കിടക്കണേ കണ്ടതിന് അപ്പോൾ വരുവാട്ടെ. ഇത് പ്രത്യേക ഒരു സ്നേഹമാണ് ഇതിനും. എൻ്റെ പപ്പൂസും അങ്ങനെയായിരുന്നു. ഒരു പ്രത്യേക സ്നേഹം ഇതിനും ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇതിനൊരു പ്രത്യേക സ്നേഹമാണ്. അതാണ് ഇതിനെ മാത്രം കൊടുക്കാതെ നിർത്തിയേട്ടോ. ഇവളെ പിന്നെ ആരും ആരും നിർത്തിയതാണ്. അല്ലെങ്കിൽ ഇവളെയും കൊടുത്തേനും. കുഞ്ഞുമക്കളെ നാളത്തിനും കൊടുക്കണം. സ്നേഹം ഉണ്ടെങ്കിലും നമ്മൾ മാക്സിമം എന്താ പറയണത്, നമ്മുടെ പപ്പൂസിനെയും ബബ്ലൂട്ടിനെയും ബണ്ണീനെയും റൂബീനെയും മിയോനെയും നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റി. അത് ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഇവളെ കൊടുക്കാഞ്ഞത്. ഇവളെ ചോദിച്ചു വന്നാണ് കേട്ടോ, ആൾക്കാർ ചോദിച്ചു വന്നാണ് ഞങ്ങൾ കൊടുക്കാഞ്ഞതാണ്. ഇവളെ പിന്നെ ആർക്കും വേണ്ടാത്ത കാരണമാണ് നിർത്തിയത്. പിന്നെ ഓർത്ത് ഇവിടെ നിന്നോട്ടെ, ഇച്ചിരി ചോറും ക്യാറ്റ് ഫുഡൊക്കെ കൊടുത്താൽ പോരെ, ഇവിടെ നിന്നോട്ടെ എന്ന് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അതേ സേക്കുട്ടീനെ അനങ്ങാൻ പോലും സമ്മതിക്കാതെ എല്ലാം കൂടി സേക്കുട്ടിയുടെ മടി കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വെക്കേഷൻ കഴിയണ വരെ സേക്കുട്ടി ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഒരു ഓളമായിരിക്കുമല്ലോ കേട്ടോ. എനിക്കല്ലെങ്കിൽ തന്നെ മടിയാണ്. സേക്കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു വരും, വീഡിയോ എടുക്കുക ഉമ്മീന്നും പറഞ്ഞു വരും. അപ്പോൾ സേക്കുട്ടി ക്ലാസ്സിൽ പോണ വരെ യുവമാർക്കും കുശാലാണ്. കളിപ്പിക്കാനും ആളായി, ഉറക്കാനും ആളായി, പിന്നെ വീഡിയോ എടുപ്പിക്കാനും ആളായി. സേക്കുട്ടി പോണവരെ എന്തായാലും നമ്മുടെ വീഡിയോസ് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു